ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായി സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്യാനന്ദമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ അബ്രാഹാം വിശ്വാസികളുടെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. അബ്രാഹാം അനേക ജനതകളുടെ പിതാവായിരുന്നു. അബ്രാഹാം ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും അവിടുന്ന് അബ്രാഹവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഉടമ്പടി തൻ്റെ സ്വശരീരത്തിൽ അബ്രാഹാം പതിച്ചു. അബ്രാഹാം വിശ്വാസത്താൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തതയിലൂടെ, ദൈവത്തുള്ള വിശ്വസ്തതയിലൂടെ അവൻ മുന്നോട്ട് പോയി. ആ പരീക്ഷണത്തിൽ അബ്രാഹാം വിജയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുവഴി അവൻ്റെ വിശ്വസ്തത തെളിയിച്ചപ്പോൾ അതുവഴി അബ്രാഹവും അബ്രാഹത്തിൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയാണ്. അബ്രാഹത്തിനോട് ദൈവം പറയുന്നുണ്ട്, നീ മണൽത്തരി പോലെ വർദ്ധിക്കും, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും. വീണ്ടും പറയുന്നുണ്ട്, നിന്റെ മക്കൾ മൂലം ഭൂമി അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തിന്റെ മകനായ ഇസ്ഹാക്കിനും അബ്രാഹാം മൂലം ഇതേ അനുഗ്രഹം ലഭിക്കുകയാണ്. യാക്കോബിന്റെ മേലെ ദൈവം സർവ്വ ജനത്തിനും വേണ്ടിയുള്ള അനുഗ്രഹങ്ങളും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ കെട്ടിവെച്ചു. യാക്കോബിനും ഇതേ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കുഴപ്പം കൂടാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാർ ചെയ്ത സൽപ്രവൃത്തിയുടെ ഫലവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അവർ ദൈവത്തിലുള്ള വിശ്വസ്തതയിലും സന്മാർഗത്തിലും നീതിയിലും സഹോദര സ്നേഹത്തിലും ജീവിച്ചവരായിരുന്നതുകൊണ്ട് അവർക്ക് ലഭിച്ച ദൈവം കൊടുക്കുന്ന അനുഗ്രഹം തലമുറകളായി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അബ്രാഹത്തെ പോലെ നീതിനിഷ്ഠയിൽ ജീവിക്കുവാനും ദൈവവുമായുള്ള ഉടമ്പടി പാലിച്ച് ദൈവത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് വിശ്വസ്താപൂർവം മുന്നോട്ട് പോകുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തെ വിളിച്ച് വേർതിരിച്ച് നിർത്തിയതുപോലെ ദൈവമേ, ഞങ്ങളുടെ വിളിയും ഞങ്ങൾ തിരിച്ചറിയുന്നു, വിളിക്കനുസരിച്ച് അങ്ങയുടെ നിയമങ്ങൾ പാലിച്ച് അങ്ങയുമുള്ള ഉടമ്പടി സ്ഥിരീകരിച്ച് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നൽകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സകലർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.